കമ്പനിയിൽ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. നാമക്കൽ സ്വദേശി എന്ന് പറയുന്നത് ഒരു 15 വർഷങ്ങൾക്ക് ആയിട്ടുള്ളൂ കേട്ടോ. അതിനു മുമ്പ് എൻ്റെ വിദ്യാഭ്യാസം, ജനനം, പഠനം എല്ലാം കേരളത്തിലാണ്. നെല്ലിയാമ്പതി എന്നൊരു എല്ലാവർക്കും ഏവർക്കും അറിയാവുന്ന നെല്ലിയാമ്പതി, പ്രകൃതി മനോഹരമായിട്ടുള്ള പാവങ്ങളുടെ ഊട്ടിയായിട്ടുള്ള നെല്ലിയാമ്പതിയിലായിരുന്നു എൻ്റെ ജനനവും പഠനവും കുട്ടിക്കാലം. അതേപോലെ തന്നെ മാരേജ് എല്ലാം അവിടെ തന്നെയായിരുന്നു. അപ്പോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ ഫിജിക്കാട്ടിലേക്ക് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷം എന്നുള്ള ഒരു ഇതാണ്. അപ്പോ നമുക്ക് ഇത്രയും പ്രൗഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വാം വെൽക്കം കിട്ടിയില്ലേ. അലമേലും മാം ചെന്നൈ നിന്നാണ് ഈ ഒരു വെൽക്കം തന്നതില്ലേ. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. നമുക്ക് ലോകത്തിൽ തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം അല്ലെ. ഇപ്പോ വന്ന് നമ്മൾ പെട്ടോ, പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, എന്താണ് ഏതാണെന്ന് ഒന്നും മനസ്സിലാവാതെ ആദ്യമായിട്ട് കയറിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചയൊക്കെ നിറയെ സെയിൽ വെച്ചിട്ടുണ്ട്. വന്ന ആൾക്കാർ കുറെ പേരുണ്ടാവും. അപ്പോ പുതിയ ആൾക്കാർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അറിയില്ല അല്ലെ. പഴയ ആൾക്കാർക്ക് നേരത്തെയുള്ള നമ്മുടെ ലീഡേഴ്സിനും അതേപോലെ ഇപ്പോ SC ടച്ച് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയും. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ തന്നെ അല്ലേ. അപ്പോ ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മുഖാന്തരമാണ്. ആള് എന്നോട് ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിചയക്കാരെ നമ്മൾ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, അതേ രീതി തന്നെയാണ് ആൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ഇതുണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്, ഫിജിക്കാട്ട് എന്നാണ് പേര്, ബോബി ചെമ്മണ്ണൂരിന്റെ ആണ്. നമുക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്, ചേച്ചി ഒന്ന് ചെയ്തു നോക്കുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കത് താല്പര്യമേ ഇല്ല. അപ്പൊ അത് അങ്ങനെ പറയാനുള്ള കാരണവും എനിക്കൊരു ചെറിയൊരു നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അല്ല, അവിടെ നെല്ലിയാമ്പതി തന്നെ ഉള്ള ഒരാളുടെ ആയിരുന്നു. ആ ഇത് അത് അറിഞ്ഞ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും എനിക്കത് ചെവിയെ ഞങ്ങൾ കൊടുക്കാറില്ല. പക്ഷെ അറിഞ്ഞിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ദിവ്യമ്മയും പറഞ്ഞപ്പോഴാണ് ബോബി ചെമ്മണ്ണൂര് നന്നായിട്ട് അറിയാം. എന്തായാലും ജ്വല്ലറി ചിട്ടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവിടെ ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ട്, ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം അല്ലെ. മാരത്താൻ ഓടുന്നതൊക്കെ പേപ്പറിൽ TV-ലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലാതെ എനിക്ക് ആ കമ്പനിയായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ദിവ്യമ്മ പറഞ്ഞതാണ് അവര് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനില്ല എന്ന് ആദ്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആള് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിക്കും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. ചേച്ചി എന്താണ് താല്പര്യം ഉണ്ടോ, ചേച്ചി ചെയ്യിട്ടോ, നല്ല ചേച്ചിനെ കൊണ്ടൊക്കെ പറ്റും, അങ്ങനെയാണ് ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഒരു ദിവസം മകനുണ്ടോ ചേച്ചി, മകൻ എവിടെയാണ് ചോദിച്ചു. അപ്പൊ നെന്മാറയിലാണ് പറഞ്ഞു. എന്നാ BOPക്ക് ഒന്ന് വരാൻ പറയും ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോന്റെ അടുത്ത് പറഞ്ഞു, എടാ അവള് വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും അവൾക്ക് ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ, നീ ഒന്ന് പോയി നോക്കുന്നു. ഞാൻ മോന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ആള് പാലക്കാട് BOPയിൽ പോയി. അവിടെ പോയിട്ട് ആ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യപ്പോ ആ വൈബൊക്കെ കണ്ടപ്പോ ചീഫ് ഗസ്റ്റിന്റെ കൂടെ ഫോട്ടോ എടുക്കലും സ്റ്റേജിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കണതൊക്കെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആള് ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കാണിച്ചു. അമ്മ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല അമ്മ, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും, അമ്മ ചെയ്തോ, ഞാനില്ല എന്ന് പറഞ്ഞു ആള്. അപ്പോ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ശരി, അവന്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ അവൻ അങ്ങനെ പെട്ടെന്നൊന്നും പോയി ഏതിലും ചാടാത്ത ആളാണ്. അപ്പൊ ഞാൻ മകനെ വിശ്വസിച്ചു, അതേപോലെ തന്നെ ദിവ്യനെ വിശ്വസിച്ചു. അങ്ങനെ ഞാനൊരു ഐഡിയ അടിച്ചു. അടിച്ചിട്ട് അങ്ങനെയൊന്നും ഒന്നും അറിയില്ലല്ലോ. അപ്പോ ചേച്ചി രാവിലെ മീറ്റിംഗ് ഉണ്ട്, ഒന്ന് കേറുവോ എന്ന് പറഞ്ഞു. അപ്പോ ഒന്നും അറിയില്ല, അതായത് മൊബൈല് യൂസ് ചെയ്യാൻ തന്നെ അറിയില്ല. അതായത് ഒരു ഫോൺ സ്റ്റാറ്റസ് പോലും വെക്കാത്ത ആളാണ്. കോൺഫറൻസ് കോൾ പോലും അറിയില്ല. ഒരു കോള് വിളിക്കും, ഒരു വീഡിയോ കോൾ വിളിക്കും, അതല്ലാതെ വേറെ ഒന്നും അതിൽ നമ്മൾ ചെയ്തിട്ടില്ല. കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് ആണ്, അപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം അത് എടുക്കും, അല്ലാതെ ഒന്നും അറിയില്ല. സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ തൊട്ട വീട്ടിലത്തെ കുട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് സൂം ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും ഞാൻ വീണ്ടും ആ കുട്ടീനെ തന്നെ പോയിട്ട് എനിക്കിതൊന്ന് വാട്സപ്പിലൊന്ന് ഇതൊന്ന് ആക്കി താടാന്ന് പറഞ്ഞു.
തൊട്ട വീട്ടിലത്തെ കുട്ടിയാണ് എനിക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിച്ച് തന്നത് തന്നെ. അപ്പോ ആ ഒന്നും അറിയാത്ത ആയിരുന്നു ഞാനന്ന്. ആ സമയത്ത് ദിവ്യ മാമിനെ ഞാൻ വിശ്വസിച്ചു ല്ലേ. പക്ഷേ കൂടെ വന്ന ആൾക്ക് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ല. എന്നാ പോലും നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവിടം വരെ ആയി എന്നുള്ളതാണ്. അപ്പോ ആ സമയത്താണ് അശ്വതി മാം വിളിച്ചിട്ടുണ്ടായിരുന്നു, രമ്യ മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു മാം ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. മാമിന്റെ എന്ത് ചെയ്യണു, ടൈലറിംഗ് ആണ്. അപ്പോ ഫുൾ ടൈം ടൈലറിംഗ് ആണ്. രാവിലത്തെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് 10 മണിക്ക് മെഷീനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അർജന്റ് വർക്കാണെങ്കിൽ 12 മണി പോലും ആവും. 12, 1 മണി പോലും ആവും ഞാൻ മെഷീനിന്റെ അവിടുന്ന് എണീക്കാൻ, ആ റൂമിൽ നിന്ന് എണീച്ച് വീട്ടിലേക്ക് വരാൻ. അപ്പൊ അത്രയ്ക്ക് ബിസി ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഫുള്ള് സ്റ്റിച്ചിങ് ആണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്ത് ആരും വന്ന് മുറ്റത്ത് നിൽക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. തുണി തന്നില്ല പറഞ്ഞിട്ട്. ഇന്നൊരു വിഷയമേ അല്ലാണ്ടായി. അപ്പൊ ആരും ചോദിക്കണതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് 1 മണി വരെയൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു ഇതൊക്കെ അപ്പോഴാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും ഇതിലിരിക്കണ സമയത്ത് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? തീർച്ചയായും പറ്റും ചേച്ചി, സ്റ്റാറ്റസ് മാത്രം വെച്ചാൽ മതി എന്നാണ് ദിവ്യ മാം അന്ന് പറഞ്ഞത്. പക്ഷെ ലീഡർമാര് വിളിച്ചിട്ടുണ്ടായിരുന്നു, രമ്യ മാം ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാം ഇങ്ങനെ ഒരു ത്രിബിൾ ഐഡി ഉണ്ട്, അത് മാമിന്റെ ഫാമിലിക്കും കൂടെ യൂസ് ആണ്, അവരെയും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോ മാമിനും കയറും മക്കൾക്കും കയറും, അപ്പൊ മാം ഇത്ര കഷ്ടപ്പെടണ്ട, ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രമ്യ മാം എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ മാം പറഞ്ഞ ഉടനെ അന്ന് തന്നെ അവരുടെ ഫാമിലിന്റെ ഒരു പോസ്റ്റർ എനിക്ക് വന്നു. അതായത് നമ്മുടെ വാട്സപ്പിൽ വരുമല്ലോ സാധാരണ. അപ്പോ ഇൻകം പോസ്റ്റ് ഒക്കെ വന്നപ്പോ ഫാമിലിയിൽ അപ്പോഴാണ് മാം പറഞ്ഞ ഇത് അന്ന് ഹസ്ബൻഡും അമ്മയ്ക്കാണെന്ന് തോന്നുന്നു. അപ്പോ ആ വന്നതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടു. അപ്പോ ശരി നോക്കാം, എന്തായാലും ഞാനേ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് വന്നത് ല്ലേ. അപ്പൊ വീണ്ടും നമ്മുടെ ഫാമിലിക്ക് ഒരു എങ്ങനെ എടുക്കാൻ പറ്റും ഒന്നും ഞാൻ ആലോചിച്ചില്ല. എന്റെ താലി ചെയിൻ ഊരിയിട്ട് 80,000 രൂപയ്ക്ക് കൊണ്ടുപോയി വെച്ചിട്ട് വീട്ടിലുള്ള എല്ലാവരും അടിച്ചു. അത് ഒറ്റയടിക്ക് 225 പോയിന്റ് ആണ് ഞാൻ എടുത്തത്. ഞാൻ അടിച്ച ഉടനെ, അതായത് 2 ദിവസത്തിന്റെ ഉള്ളിലാണ് അങ്ങനെ എടുത്തത്. അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ, നമ്മൾ തന്നെ കടം മേടിച്ചിട്ട് അത് 25 പോയിന്റ് തയ്ക്കാൻ 1 മാസമൊക്കെ ആവണ്ടില്ലേ. 1000 തരും, 500 തന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തന്ന് വെച്ചിട്ട് പിന്നീട് 25 പോയിന്റ് ആക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ ഇന്ന് 25 പോയിന്റ് അടിക്കാൻ അത്രയും ആലോചിക്കുന്ന സമയത്ത് ഞാൻ അന്ന് ആലോചിച്ചിട്ടേ ഇല്ല. ഈ കമ്പനി എന്താണെന്നുള്ള 2 ദിവസത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഞാൻ ഐഡി അടിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അശ്വതി മാമിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കേട്ടപ്പോ എന്റെ കണ്ണങ്ങോട്ട് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. അത് ഇമോഷനായിട്ട് അത്രയ്ക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ അശ്വതി മാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാം ഒന്നും പറയാനില്ല മാം, അത്രയ്ക്ക് നല്ല ക്ലാസ് ആയിരുന്നു പറഞ്ഞു. ഇതാണ് മാം. അപ്പൊ മാമും കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്നു. ഇതാണ് മാം കമ്പനി, നമ്മുടെ ടീം വർക്കാണ് മാം, പേടിക്കണ്ട, എല്ലാം നമുക്ക് ഇവിടുന്ന് ശരിയാകും. ഇത്ര ഏൺ ചെയ്ത ആൾക്കാരുണ്ട്, കമ്പനി വിശ്വാസമുള്ളതാണ്, നമുക്ക് ട്രസ്റ്റഡ് ആണ്, അതേപോലെ ചെയർമാൻ, പിന്നെ എന്തിനു മാം നമുക്ക് പേടിക്കണം. അങ്ങനെ അശ്വതി മാം അന്ന് കുറേ സമയം എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഫാമിലിയില് മക്കളെയൊക്കെ അടുപ്പിച്ചു. 2 മക്കളെയും, ഹസ്ബൻഡ്, അമ്മ, ആങ്ങള, എല്ലാരെയും ഞാൻ അടുപ്പിച്ചു. അപ്പൊ ആ 2ാമത്തെ ദിവസം തന്നെ അവരെ കൊണ്ടൊക്കെ ഞാൻ അവരുടെയൊക്കെ ആധാർ വാങ്ങിച്ചിട്ട്, അവരറിഞ്ഞിട്ട് പോലും ഇല്ല, ഞാൻ ഐഡി അടിച്ചിട്ടു, കിടക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ, നമ്മൾ എത്രയോ രൂപ ചെലവാക്കണില്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇതൊന്ന് കടന്നോട്ടെ എന്ന് വെച്ചിട്ട് അവരുടെ പേരിലൊക്കെ ഒരു ഐഡി അടിച്ച ആളാണ്. അപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ആലോചിക്കണ്ടാവും, നമ്മൾ തന്നെ ഒരു പെട്ടു, വീണ്ടും നമ്മുടെ ഫാമിലിനെ കൊണ്ടുപോയി പെടുത്തുവോ ഇല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കുറെ പേരിങ്ങനെ മാറി നോക്കട്ടെ എന്താവും, നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് പിന്നെ അവരെ കൊണ്ടുവരാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കേണ്ട ആൾക്കാരില്ലേ. അത് എന്താ പറയാ, അങ്ങനെ ആരും ഇവിടെ ചതിക്കില്ല. അപ്പോ ഞാൻ ലീഡറിനെ വിശ്വസിച്ചു, അപ്പൊ തന്നെ ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. ആ വന്നതിന്റെ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ ലീഡറെ വിശ്വസിച്ചു. ഇന്നും 1 മാസം, 2 മാസം, 6 മാസമായിട്ടും ലീഡറിനെ ഇന്നും വിശ്വാസമില്ലാത്ത ആൾക്കാര് ഉണ്ട് ഇല്ലേ. അതുകൊണ്ടാണ് അവരുടെ ഫാമിലിക്ക് ഒരു അവസരം ഉണ്ട്, ചാൻസ് ഉണ്ട് ഇഷ്ടം പോലെ. അവർക്ക് ചിലപ്പോ ക്യാഷ് ഇന്ത്യ ആയിരിക്കാം,
വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും പിന്നെ നോക്കാം, പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ല്ലേ? ഒരു ചെറിയൊരു ഐഡിയെങ്കിലും അടിച്ചിട്ട് കഴിഞ്ഞാല് പിന്നീട് അവർക്ക് നല്ല ഗുണമാണെന്നുള്ളത് അവര് മനസ്സിലാക്കണില്ല. പക്ഷെ ഞാൻ അന്ന് ലീഡറെ വിശ്വസിച്ചുകൊണ്ട് ആ ഐഡി അടിച്ചിട്ടപ്പോ ഇന്ന് എനിക്ക് കേറുന്നതിന്റെ ഒപ്പം എന്റെ ഫാമിലിയിലുള്ളവർക്കും കൂടെ കേറുന്നുണ്ട് ല്ലേ? അപ്പോ അതാണ് ലീഡറെ വിശ്വസിച്ചാൽ ഉള്ള ഗുണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആം, ഒരു എനിക്ക് ഡിജിറ്റലാണ്. നമുക്ക് ഫിസിക്കലായിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടുന്ന് 450 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഫിസിക്കലി പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പറ്റാത്ത കാര്യമാണ് ല്ലേ? പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും അപ്പൊ തന്നെ ഞാൻ ലീഡർമാര് പറഞ്ഞു, നോട്ടുകൾ വാങ്ങിക്കണം മാം, ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കണം, ID പാസ്വേഡ് എഴുതി വെക്കണം, നമ്മുടെ IQ നമ്പറൊക്കെ എഴുതി വെക്കണം. എല്ലാം ഞാൻ അതേപോലെ കൃത്യമായിട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ആ സമയത്ത് നോട്ടുകളൊക്കെ വാങ്ങിച്ചു. ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഞാനത് എഴുതി വെക്കുമായിരുന്നു. കൃത്യമായിട്ട് ഞാനത് അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും വെച്ചുകൊണ്ട് എഴുതുമായിരുന്നു ഞാൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ രാവിലത്തെ 7 AM 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അത് ഞാൻ മാറ്റി വെക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ആ സമയത്തെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വരികയായിരുന്നു ഓരോ ക്ലാസ്സുകളും. അനൂപ് സാറിന്റെ ഒക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് സാറിന്റെ ആ സമയത്ത് നമുക്കറിയില്ല അല്ലെ, അവര് ഏത് റാങ്കാണ് ഒന്നും നമുക്കറിയില്ല. അവര് ഇപ്പോഴാണ് ഞാൻ ആ നോട്ട്ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്താണ് ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് ഓ ഇവരാണോ, ഈ സാറിന്റെ ആണോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ആ സമയത്ത് എല്ലാം ഞാൻ നോട്ട് എഴുതാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ അപ്പോഴാണ് പ്ലാൻ എന്താണെന്നേ അറിയില്ല അല്ലെ. അപ്പൊ എനിക്ക് പ്ലാനൊക്കെ തന്നിട്ടുണ്ട് അശ്വതി മാം ഒക്കെ, അതായത് സൂമിലൂടെയും തന്നിട്ടുണ്ട്, വാട്സപ്പിലും ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ അതെന്താണ് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല അല്ലെ. പക്ഷെ എനിക്ക് ആ PDF ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച ഞാൻ ID അടിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പ്ലാൻ കൊടുക്കാൻ തുടങ്ങി. അതായത് ഇപ്പൊ തൊട്ട വീട്ടിൽ അപ്പൊ അവര് പറയും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാര്, മണി മണി ആവശ്യമുള്ള ആൾക്കാര്, നമ്മളെ പോലെ ചിന്തിക്കണം, നിറയെ സമ്പാദിക്കണം, ബിസിനസ് മൈൻഡുള്ള ആൾക്കാര്, അങ്ങനെ കുറച്ച് കാറ്റഗറി ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ഓടും. തൊട്ട വീട്ടിൽ പോയിട്ട് ഇതുപോലെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഇതിന്റെ പ്ലാൻ മാത്രം നിങ്ങൾ കേട്ട് നോക്കി, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഫോൺ എന്റെ PDF ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഓരോ സ്ലൈഡ് നീക്കിയിട്ട് ദിവ്യ മാം ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും അവര് വരാന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ നോക്കാം, ക്യാഷ് ഇല്ല, നിങ്ങക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കൊരു 2ാമത്തെ ദിവസം തന്നെ ഇൻകം കയറിയിട്ടുണ്ടായിരുന്നു അല്ലെ. വീട്ടിലെ ഫാമിലിനെ നമ്മളെ അടിച്ചപ്പോ ഫാമിലിന്റെ പേരിൽ അവര് ID അടിച്ചപ്പോ ഇൻകം കയറിയിട്ടുണ്ടായിരുന്നു 902 രൂപ. അത് എന്റെ ക്യാഷാണ് ല്ലേ, കമ്പനി എനിക്ക് തന്നാണ്. പക്ഷെ ഞാൻ എന്റെ ക്യാഷ് മുടക്കിയിട്ടാണ് എന്റെ ഫാമിലിനെ കൊണ്ടുവന്നെന്നുള്ളത് പോലും ഞാൻ മറന്നുപോയി. കമ്പനി എനിക്ക് തന്ന ക്യാഷാണ് ആദ്യമായിട്ട് 902 രൂപ. അപ്പോ എന്റെ അക്കൗണ്ടിൽ കയറിയ ക്യാഷാണ്. അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചു. അപ്പൊ തൊട്ട വീട്ടിലുള്ള അവരൊക്കെ കണ്ടു അത്. ഓ കയറി തുടങ്ങിയല്ലോ എന്നുള്ളതായി. അപ്പോ പിന്നീട് ഞാൻ പ്ലാൻ കൊടുക്കാൻ തുടങ്ങി. 14ാമത്തെ ദിവസം എന്റെ ഫാമിലി എന്നല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ആദ്യത്തെ ID എന്റെ കൂടെ ദിവസമാണ് എന്റെ ആദ്യത്തെ എൻട്രി വന്നത് ല്ലേ. ഇവിടെ 6 മാസമായിട്ട് എൻട്രി വരാത്ത ആൾക്കാർ. പക്ഷെ അത് പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞെന്ന് പോലും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പ്ലാൻ നമ്മുടെ PDF വെച്ചുകൊണ്ട് എന്റെ വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുത്തി അവരെ പ്ലാന് കൊടുപ്പിച്ച് ആള് ഓക്കെ ഞാൻ അടിക്കാന്നുള്ള തീരുമാനത്തിൽ വന്നു. ഞാൻ അപ്പൊ തന്നെ ലീഡേഴ്സിനെയൊക്കെ വിളിച്ചു, കണക്ട് ആക്കി, വീണ്ടും ലീഡേഴ്സ് അവരോടത്ത് സംസാരിച്ചു. അപ്പൊ പിന്നെ രജിസ്ട്രേഷൻ ഒന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ രജിസ്ട്രേഷൻ ഒക്കെ അവർ തന്നെയാണ് ചെയ്തത്, പർച്ചേസും അവർ തന്നെയാണ് ചെയ്തത്. ഭയങ്കര പ്രൗഡായി. 14ാമത്തെ ദിവസം പുറത്തുനിന്ന് ഒരു ID ല്ലേ, ഒരു എൻട്രി വരിക എന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് അപ്പൊ തോന്നി. ഇപ്പോഴത്തെ ഇതൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ ഫിസിക്കലി കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഡിജിറ്റിൽ പോലും ഞാൻ അന്ന് മുതല് ID അടിച്ച അന്ന് മുതല് ഞാൻ മിസ്സാക്കിയിട്ടില്ല. ആദ്യത്തെ ആ 1-2 ദിവസം ദിവ്യ മാം എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മാം കയറണമെന്ന്. പിന്നീട് ആരും എന്നെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം ഞാൻ കയറിയിട്ടുണ്ടാവും.
അപ്പോ കേറി കാര്യങ്ങളൊക്കെ എന്താ പറയാ ഫീഡ്ബാക്കിനൊക്കെ വന്നിട്ടുണ്ട്. MC ചെയ്തിട്ടുണ്ട്. പേടിച്ചിട്ടാണെങ്കിലും നല്ലോണം പേടിയൊക്കെ ഉണ്ടാവും. ഇതേപോലത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണെങ്കിലും ഒന്നും ഞാന് ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം മാത്രം അയ്യോ മാം ഞാൻ ചെയ്യോ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്താ മാം പറ്റാണ്ട്? തീർച്ചയായിട്ടും മാമിനെ കൊണ്ട് പറ്റൂലേ. അപ്പൊ നമുക്കറിയാം എന്താ പറയാ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും സംസാരിക്കാൻ കഴിവുള്ള ആളൊന്നും അല്ല. പക്ഷെ എന്താ പറയാ ബിസിനസ് കുറച്ച് ചെയ്യുന്നത് കൊണ്ട്, കാരണം നമ്മളിവിടെ ഓൾറെഡി ഒരു ഷോപ്പ് ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാന്നല്ലാതെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓരോ വിദ്യാഭ്യാസം ഇല്ലാത്തവര് പോലും സ്കൂളിന്റെ പടി ചവിട്ടാത്ത ആൾക്കാർ പോലും കൗണ്ടർ അടിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ടിട്ട് അയ്യോ എങ്ങനെയാ സംസാരിക്കുന്നതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ. ചിലപ്പോ അവര് സംസാരിച്ച് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഓ അതിനുള്ള ആൻസർ ഇങ്ങനെ പറയായിരുന്നു അല്ലേ, അങ്ങനെ ഞാൻ ചിന്തിച്ചു പോണ ഒരാളാണ്. സംസാരിക്കാൻ ഒട്ടും അറിയില്ല. പക്ഷെ നമുക്കിവിടെ സംസാരിക്കാൻ പറ്റൂല്ലേ. നമ്മുടെ അങ്ങനത്തെ ഒരു വർക്കാണ് നമ്മുടെ. പിന്നെ അത് മാത്രമല്ല നമ്മളതൊക്കെ കേട്ടിട്ടാണ് ഇവിടം വരെയൊക്കെ സംസാരിക്കാനൊക്കെ പഠിച്ചത്. പക്ഷെ തമിഴും ഉണ്ട് മലയാളം ഉണ്ട് രണ്ടും. അപ്പോ ആ ഒരു കോൺഫിഡന്റ് വന്നു അല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് ഒരാളുടെ അടുത്ത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, അത് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ ഒരു സഭ 4 പേര് കൂടുന്ന സമയത്ത് ആ ഒരു അവര് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ അവരെന്ത് വിചാരിക്കോ അല്ലെങ്കിൽ തെറ്റിപ്പോവോ അങ്ങനെയുള്ള പേടിയൊക്കെ കൊണ്ടാണ് നമ്മൾ അത്ര ഇത് ആവാത്തത്. പക്ഷെ ഇവിടെ വന്ന സംസാരിക്കാനും പഠിച്ചു അല്ലെ. നമുക്ക് സ്റ്റേജിൽ കയറിയിട്ട് ഒരു 4 വാക്ക് പറയാൻ നമ്മൾ ഇവിടെ പഠിച്ചു. എന്തൊക്കെയാ ഇവിടുന്ന് പഠിച്ചതില്ലേ. അപ്പോ 7 AM ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ വരാം. ഇന്ന് നമ്മളിപ്പോ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ എത്ര പേര് നമ്മൾ വിളിച്ചു വിടാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ആരും ലീഡേഴ്സ് അങ്ങനെ അധികം ഒന്നും എന്നെ വിളിച്ചിട്ടില്ല. ചിലപ്പോ ആ സമയത്ത് നെറ്റ് ഇഷ്യോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോ അറിയാണ്ട് ഓരോ സമയത്ത് ടീം മീറ്റിംഗ് ഒക്കെ വെക്കണത് അറിയില്ല. ചിലപ്പോ സ്റ്റിച്ചിങ് ചെയ്യണതിന്റെ ഇടയിൽ അറിയാണ്ട് പോകും. ആ സമയത്തായിരിക്കും കോള് വന്നിട്ട് മാം കയറി ഇട്ടു മാം ടീം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം. 7 AM ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് അത് നമുക്കറിയാലോ. 7 AM പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സോറി ഒരു കോള് വന്നു, കൃത്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോ പിന്നെ പഠിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അതായത് സ്റ്റാറ്റസ് വെക്കാനും കോൺഫറൻസ് കോള് ഇടാനും അതേപോലെ ഇപ്പൊ എത്രയോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണില്ലേ. പക്ഷെ ഒന്നും അറിയാത്ത ഞാൻ ആദ്യമൊക്കെ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ മക്കള് കളിയാക്കും. അത് കാണുന്ന 3 പേരുണ്ടാവും, ചിലപ്പോ 4 പേര്. എന്തിനാണ് അമ്മയ്ക്ക് ഈ സ്റ്റാറ്റസ്, ആര് കാണാനാണ്? ആരും കാണില്ല, മക്കള് കാണും, വേറെ ആരും കാണാനുണ്ടാവില്ല. അങ്ങനെ കളിയാക്കിയ ആളുകള് എന്റെ മക്കള് 2 എന്നെ കളിയാക്കായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് 100 കൂടുതലാണ് എന്റെ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ വീണ്ടും അത് എടുത്തിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് 100 വന്നപ്പോ ഞാൻ സെഞ്ചുറി അടിച്ചു പറഞ്ഞിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. അത് എന്റെ മക്കൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മ വിചാരിക്കണ പോലെയൊന്നും അല്ല അല്ലെ ഇത് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു നാണച്ചിരി ചിരിച്ചു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കാൻ ഇവിടെ ശ്രമിച്ചു. നമ്മള് പർച്ചേസ് ആദ്യം രജിസ്ട്രേഷൻ പഠിച്ചു, പർച്ചേസ് പഠിച്ചു, പോസ്റ്റർ അടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ പിന്നെ ലിങ്ക് ഇടാൻ പഠിച്ചു, പ്ലാൻ ഷെയർ ചെയ്യാൻ പഠിച്ചു. ഷെയർ ചെയ്യാൻ എന്നെ പ്ലാന് പഠിപ്പിച്ചതൊക്കെ അശ്വതി മാമൊക്കെ എന്താ പറയാ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ പ്ലാൻ എന്റെ പക്ഷെ ഞാൻ നോക്കി പറയും. പക്ഷെ എന്താ പറയാ സ്ക്രീന് ഷെയർ ചെയ്തിട്ട് പറയും ഭയങ്കര പേടിയായിരുന്നു. അപ്പോ തെറ്റോ ശരിയാണോ എന്ന് എനിക്ക് ചിരി വരികയാണ് അതൊക്കെ ആലോചിച്ചിട്ട്. അപ്പൊ അശ്വതി മാമിന് ഒരു മണിക്കൂറോളം നിന്ന് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അശ്വതി മാമിന് ചിരിച്ചിട്ട് ആള് പോയത് സമയമൊക്കെ ഉണ്ട്. അപ്പോ അത്രയും ക്ഷമയോടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇവിടെ ലീഡർ ഉണ്ടായിരുന്നില്ലേ. ഓരോ കാര്യങ്ങളും ചിലപ്പോ മറന്നുപോകും, സ്റ്റിച്ചിങ്ങിന്റെ ഇടയിൽ മറന്നുപോകും. ചിലപ്പോ എന്താ പറയാ ആ സമയത്ത് അശ്വതി മാമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ചിലപ്പോ കസ്റ്റമർ കുറെ പേരുണ്ടാവും, 4-5 പേരുണ്ടാവും. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ടാവും. സ്റ്റേഷനറിയും കൂടെ ഉള്ളത് കൊണ്ട് അത് എടുത്തു കൊടുക്കുന്നുണ്ടാവും, സ്റ്റിച്ചിങ്ങും. അതിന്റെ ഇടയിലാണ് മാം ഇതൊന്ന് നോട്ട് ചെയ്യൂ, രജിസ്ട്രേഷൻ പഠിപ്പിക്കാം, പർച്ചേസ് പഠിപ്പിക്കാം. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പോ
അപ്പൊ കസ്റ്റമർ ഇല്ലേ, നമുക്ക് റെഗുലർ ഒരു 10 വർഷത്തോളം അതിന്റെ റെഗുലർ കസ്റ്റമർ ആണ്. അപ്പോ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ലീഡറാണ് വിളിക്കുന്നത്, അവര് ബിസിയിലാണ്, ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല, അതുകൊണ്ടാണ്, നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, ഒരു 5 മിനിറ്റ് എനിക്ക് ഒന്ന് ക്ഷമിക്കുന്നു പറയുമ്പോ അവര് നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവര് ചിലപ്പോ പിന്നെ വരാൻ വേണ്ടിട്ട് പോകും, ചിലപ്പോ വെയിറ്റ് ചെയ്യും. ആ സമയത്ത് ഞാൻ ലീഡേഴ്സിന്റെ അവര് പറയുന്ന കാരണം ലീഡേഴ്സിന്റെ ടൈം വിലപ്പെട്ടതാണല്ലേ, അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. അവർക്ക് നമുക്ക് വേണ്ടിയിട്ട് ടൈം ഒതുക്കുന്ന സമയത്ത് നമ്മളത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് ആണെങ്കിലും അവര് പറയുന്നത് കേട്ട് നമ്മൾ ആ ടൈം എടുത്തു കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് എഴുതി വെച്ച് നമുക്കത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമുക്കിപ്പോ പാർട്ട്നേഴ്സിനെ ഇന്നും ചിലരൊക്കെ വിളിക്കുന്ന സമയത്ത് അല്ല ട്ടാ മാം കുറച്ച് എനിക്ക് കുറച്ച് ബിസിയാണ്, പിന്നെ വിളിക്കാം, പിന്നെ കോളേ വരില്ല. നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ കോൾ ഇങ്ങോട്ട് വരില്ല. പക്ഷെ കോള് വരണം, അപ്പോഴാണ് നമ്മുടെ ആവശ്യമായിട്ട് മാറണം. ഇത് ലീഡേഴ്സിന്റെ ആവശ്യമില്ല, നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള നമ്മുടെ ആവശ്യമാണ് ഇല്ലേ. അപ്പോ അതൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോ ഒന്നും അറിയാതെ ഫോണിൽ എത്ര കാര്യങ്ങളാണ് ഇന്ന് ആലോചിക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് അറിയുന്നില്ലേ, ഫോണിലുള്ള സകല കാര്യങ്ങളും. എന്ത് വേണമെങ്കിലും നമുക്ക് പ്ലെയിനിൽ പോണ അല്ലെ, എന്താ പറയാ, എന്ത് വേണമെങ്കിലും നമുക്ക് അടിച്ചു തരാം. കോച്ചിന്റെ കൂടെ നിൽക്കണ ഫോട്ടോ വേണോ, അല്ല നമ്മളിപ്പോ ഒരു കാറിൽ പോണ ഫോട്ടോ വേണോ, ഫ്ലൈറ്റിൽ കയറുന്ന ഫോട്ടോ വേണോ, എന്ത് വേണമെങ്കിലും അടിച്ചു തരാൻ നമുക്ക് ChatGPT ഉണ്ട് അല്ലെ. അത് നമ്മൾ പഠിച്ചു. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. സ്റ്റാറ്റസ് വെക്കാനും പോലും അറിയാത്ത ഞാൻ ഇന്ന് സ്റ്റാറ്റസ് വെക്കാൻ പഠിച്ചു. അതേപോലെ കോൺഫറൻസ് കോള് എല്ലാം നമ്മളിവിടെ പഠിച്ചു. അപ്പോ ഇതൊക്കെ നമുക്ക് നമ്മൾ അറിയാണ്ട് ഓരോ കാര്യങ്ങള് പഠിച്ച് എടുത്തതാണ്. ഇല്ല ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചതൊന്നും അല്ല. ഒന്നും അറിയാത്ത ഞാന് ഫിജിക്കാർട്ടിന് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു. കോൾ വിളിക്കാനും മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൾ വിളിക്കാനും മാത്രം ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം നമ്മൾ അതിൽ പഠിക്കാൻ ശ്രമിച്ചു, പഠിച്ചു, എല്ലാം അറിയാം. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെ, ഞാനൊരു എന്താ പറയാ ഒരു ഷോപ്പുണ്ട്. അപ്പൊ ഞാൻ ഷോപ്പിൽ ഞാൻ പുറത്തുനിന്നാണല്ലേ വാങ്ങിക്കുക, ഹോൾസെയിൽ കടയിൽ നിന്നാണ് ആദ്യമൊക്കെ ഡ്രസ്സൊക്കെ കുറച്ച് കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ മറ്റേ ഈ റോഡ് ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്റ്റേഷനറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹോൾസെയിൽ കടയിലാണ് നമ്മൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. അപ്പോ ആ സമയത്ത് എനിക്ക് സാധനങ്ങൾ തീരുമ്പോ വാങ്ങിക്കണം അല്ലെ. ഫിജിക്കാർട്ടിൽ ID അടിച്ചു കഴിഞ്ഞാല് പിന്നീട് വീണ്ടും നമുക്ക് വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ടോ? വേണമെങ്കിൽ വാങ്ങിക്കാം അല്ലെ. 100 പോയിന്റിന് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഫ്രീ ആയിട്ട് കൂടെ നമുക്ക് സ്കിപ്പിംഗ് ചാർജ് ഇല്ലാണ്ട് 2 സോപ്പ് വേണം, നമുക്ക് സ്കിപ്പിംഗ് ചാർജ് ഇല്ലാതെ പോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്റെ ഓൺ ഷോപ്പില് ഞാൻ തന്നെ അത് പോയി വാങ്ങിക്കണം അല്ലെ. പക്ഷെ ഞാൻ കുറെ കാലമായി വാങ്ങിച്ചുകൊണ്ടിരിക്കും, 4 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. 4 വർഷമായി ഞാനൊരു ബായിന്റെ കടയാണ്, അവിടെ നിന്നാണ് ഞാൻ എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാറ്. ഇന്നേ വരെ ആ ബായി എനിക്ക് അവിടുത്തെ ബോണസ് തന്നിട്ടില്ല, ഇല്ല ലാഭവിഹിതം എനിക്ക് തന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഇവിടെ കമ്പനിയിൽ വന്നപ്പോ ബോണസ് ഈ മാസം പോലും എനിക്ക് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളതാണ്. എവിടെ കിട്ടും ഇതൊക്കെ? കമ്പനിന്റെ ലാഭവിഹിതം, അത് മാസമാണ് നമ്മുടെ കമ്പനി ബോണസ് തരുന്നത് അല്ലെ. ഒരു 10-നും 11-നും ഇടയിലുള്ള ഒരു എമൗണ്ട്, അതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര പ്രൗഡാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ എന്റെ ഷോപ്പ് ഞാൻ തന്നെ നിക്കണം അല്ലെ. ഇപ്പൊ ഷോപ്പ് ഇപ്പൊ തൽക്കാലത്തിന് അവര് നിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തന്നെ പോയി നിക്കണം. അവിടെ സ്റ്റോക്കുകൾ തീരുന്നത് ഞാൻ തന്നെ അത് അറിയണം. ചിലപ്പോ പെട്ടെന്ന് അവര് വന്നിട്ട് ചോദിക്കുമ്പോഴായിരിക്കും തെരഞ്ഞു നോക്കുക. ഒരു മസാല ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് മറന്നു പോകും, ഓരോ സമയത്ത് നോക്കണ സമയത്ത് അവിടെ ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് അത് നോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് വീണ്ടും അത് വാങ്ങിക്കൂലേ. പക്ഷെ ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കണോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ കമ്പനിയിലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. സ്റ്റോക്ക് ഔട്ട് ആയാലും ആ ഉത്തരവാദിത്വം അത് കറക്റ്റായി ഏറ്റെടുത്തിട്ട് സ്റ്റോക്ക് വന്ന ഉടനെ നമുക്ക് ഇവിടെ അയച്ചു തരാറുണ്ട് അല്ലെ. നമ്മൾ പോയി ചോദിക്കുന്നുണ്ടോ?
ഒരിക്കലും ഇല്ല. അതേപോലെ തന്നെ നമുക്കിവിടെ എന്റെ ഷോപ്പ് ആകുമ്പോൾ ആ കാര്യങ്ങൾ മൊത്തം ഞാൻ തന്നെ നോക്കണം. ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ലീഡേഴ്സ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് എന്നെ കൊണ്ടുവന്ന ആളില്ല. പക്ഷെ കുറെ പേര് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോ ഞാൻ ഫിജിക്കാർട്ടിൽ ഐഡി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ലീഡർ ഗൾഫിൽ പോയി, അല്ലെങ്കിൽ ലീഡർ ഇല്ല, അവര് വിട്ടു. അപ്പൊ ഞങ്ങളും വിട്ടു. പക്ഷെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടുണ്ടായില്ല. കാരണം ഞാനാണല്ലേ ക്യാഷ് മുടക്കിയത്. കമ്പനി ബോച്ച് എന്നോട് നിർത്താൻ പറഞ്ഞിട്ടില്ല. കമ്പനി ട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലായി. ബോച്ച് എന്റെ അടുത്ത് പറയട്ടെ നിർത്താൻ, ഞാൻ നിർത്താം എന്നാണ് എന്നെ കൊണ്ടുവന്ന ആളങ്ങനെ പറഞ്ഞു ഒരു ദിവസം. എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇത് നിർത്തിക്കോട്ടാ, പക്ഷെ ആ വാക്ക് ആരും പറയരുത്. കാരണം അത് നമ്മുടെ തന്നെ നാശമാണെന്നുള്ളതാണ്. പക്ഷെ അവര് നിന്നില്ലല്ലോ, അതാണ് അതിൻ്റെ ഇത്. കാരണം ആരും അങ്ങനെ പറയരുത്, നിർത്തിക്കോന്ന് ഒരിക്കലും പറയരുത്. അപ്പോ ഞാനത് കേട്ട വാക്കാണ്. അപ്പൊ ഞാൻ എന്തിനു നിർത്തണം? ഞാൻ ഇത്രയും രൂപ ഇട്ടു അല്ലേ, വിശ്വസിച്ചു. അപ്പൊ തന്നെ എനിക്ക് കുറേ എന്റെ ടീമുകളൊക്കെ വരാൻ തുടങ്ങി. കുറെ പേര് ഐഡി അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്നെ വിശ്വസിച്ചിട്ടാണ് ഇത്രയും പേര് വന്നത്. ഞാൻ പോയി കഴിഞ്ഞാല് അവരൊക്കെ പോകൂലേ, അവരെന്നെ എന്ത് വിചാരിക്കും? അപ്പൊ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി എന്ന് വിചാരിക്കില്ലേ? അപ്പൊ അതിങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ ശരിക്കും പിടിച്ചു നിന്നത്. അപ്പോ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ലീഡേഴ്സ് ഉണ്ടല്ലേ. ആ സമയത്ത് അശ്വതി മാം ആണെങ്കിലും രമ്യ മാം ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു, ജസീറ മാം ഒക്കെ. അപ്പോ ലീഡേഴ്സ് സപ്പോർട്ട് എനിക്ക് ഇവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ വന്ന് പെട്ടത് നല്ലൊരു ടീമിലാണെന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ പ്ലാൻ കൊടുക്കാൻ പോണ സമയത്ത് ഞങ്ങൾ ഐഡിയ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ടീമൊന്നും ഇത്ര ഇതില്ല, ഒക്കെ പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോ നമ്മുടെ ലക്കാണ് നമ്മൾ ഈ എസ്ട്രല പറഞ്ഞ ഒരു ടീമിൽ വന്ന് പെട്ടത് തന്നെ. അപ്പൊ ആ സമയത്ത് ഞാൻ അവരോട് ചോദിക്കുന്ന സമയത്ത് ലീഡർ ആരാണെന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ നമ്മൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ലീഡർ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാനിപ്പോ എന്റെ പാർട്ട്നേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അപ്പോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇന്ന ലീഡേഴ്സ് ഉണ്ട്, ഞാൻ ഇല്ലെങ്കിലും അവരെ വിളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷെ കുറെ പേര് വന്ന് വിട്ടിട്ട് പോയി എന്നുള്ളത് അത് അവരുടെ മാത്രം കുറ്റമാണ്. ഇപ്പൊ അശ്വതി മാമിനെ കിട്ടിയില്ല, നമ്മൾ രമ്യ മാമിനെ വിളിക്കൂലേ, രമ്യ മാമിനെ കിട്ടിയില്ല, ജസറ മാമിനെ വിളിക്കും. നമുക്ക് എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട്. കാരണം ഫിജിക്കാർട്ടിൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉള്ള ഒരു ഇതാണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, എല്ലാത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്, പേടിക്കണ്ട, അത് ഫിജിക്കാർട്ടാണെന്നുള്ളത്. അപ്പോ ആ ടീം സപ്പോർട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ്. കാരണം ഞാൻ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലീഡേഴ്സിനെയൊക്കെ കാണുന്നത് തന്നെ. അതുവരെ ഞാൻ ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്യണവരെ കണ്ടിട്ടില്ല. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, ഒരു 6 മാസം. പക്ഷെ എനിക്കത് ഭയങ്കര ലോങ് ആയി തന്നെ തോന്നുന്നു. കാരണം എന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ഷീജ മാമാണ് ആദ്യം ഇവിടെ എസ് ആയത്. കാരണം മാം ഫുൾ ടൈം അത് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോ എന്റെ ഒരു സിറ്റുവേഷൻ കൊണ്ടും, അതായത് സ്റ്റിച്ചിങ് ആയിരിക്കാം, കടയുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ പോണ ആളായതുകൊണ്ട് കുറച്ച് ലാഗായി എന്ന് തന്നെ പറയാം. പക്ഷെ അന്ന് റിയലൈസേഷൻ ഇതേപോലത്തെ ഒരു ഇതാണ് വന്നിട്ടുണ്ടായത്. ആ സമയത്ത് 2024 റിയലൈസേഷൻ എന്നൊരു പ്രോഗ്രാം വന്നപ്പോൾ അതിൽ ബോച്ചിന്റെ കൂടെ, അതായത് നമ്മൾ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ബോച്ചിന്റെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ അതെന്തായാലും വാങ്ങിക്കണം എന്നൊരു വാശിയായി. പക്ഷെ അതിനായിട്ട് എഫേർട്ട് ഇട്ടു, ഭയങ്കര ശ്രമമായിരുന്നു. ഓരോരുത്തരും, എല്ലാ ലീഡേഴ്സും എന്റെ കൂടെ വന്നിട്ടുണ്ട് ആ സമയത്ത് ഐഡിയ അടിക്കാൻ. ആ സമയത്ത് എല്ലാവരും സപ്പോർട്ട്. ജസീറ മാമൊക്കെ അന്ന് ഞങ്ങൾ വിളിച്ചിട്ടൊക്കെ വീഴാത്ത ഒരാള്, ജസീറ മാമിന്റെ ഒരു ഡയലോഗിൽ ആള് വീണു 100 പോയിന്റാണ് അന്ന് ഐഡിയ അടിച്ചത്. പക്ഷെ എനിക്കന്ന് പോകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ ബോസിന്റെ അടുത്ത് പോയി ആ ഫോട്ടോ ഒക്കെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെച്ചപ്പോ പിന്നെ നമ്മുടെ എന്താ പറയാ, ഭയങ്കര പ്രൗഡായി. കാരണം അയ്യോ ഇത് ചെയർമാനാണോ, ചെയർമാൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ഫോട്ടോ എടുത്തോ? അന്ന് ഒരു 10-15,000 ആൾക്കാരുണ്ടാവും അന്ന്. ആ സമയത്ത് നമ്മൾ പോണ സമയത്ത് അവിടെ നിന്നും ഒരു 1500 പേർക്കോളം ബോച്ചെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നിപ്പ തന്നെ ബോച്ചിന്റെ അടുത്ത് പോയി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു തേജസ് ആയിരുന്നു അവിടെ. ഒരു എന്താ പറയാ, നമ്മളൊരു ദൈവത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഒരു യേശുക്രിസ്തുവിന്റെ അടുത്ത് പോയി നിൽക്കണ ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. ഭയങ്കര ഒരു പ്രകാശം. അപ്പോ സാറിന്റെ അടുത്ത് സംസാരിക്കാനും പറ്റി. തമിഴ്നാട്ടിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു ഞാന്. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി.
വന്ന് സ്റ്റാറ്റസ് ഒക്കെ വെച്ചപ്പോ എല്ലാവരും അയ്യോ ചെയർമാൻ്റെ അടുത്ത് പോയോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ എന്നൊക്കെയായി. പിന്നെ നമ്മള് വർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഇന്നും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ നമുക്കിപ്പോ അറിയാം, എൻ്റെ മോളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവൾക്ക് 4 വർഷം കൊണ്ട് 9 ലക്ഷമാണ് ഞാൻ മുടക്കിയിരിക്കുന്നത് ല്ലേ. ഇവിടെ അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒരു ഐഡി ഒരു 25 പോയിന്റിനാണെങ്കിൽ ഒരു 7 ഒരു 7000 6000 രൂപന്റെ അടുത്ത് ഇത് എടുത്തുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു കമ്പനിയിൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റൂലേ. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതിന്റെ വാല്യൂ അറിയില്ല. ഇതിന്റെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് ഇവിടുത്തെ വില അറിയാന്നുള്ളതാണ്. അപ്പോ എൻ്റെ മോൾക്ക് ഞാൻ ഇത്രയും രൂപ മുടക്കിയിട്ടുണ്ടെങ്കിലും അവൾക്ക് കിട്ടുന്ന സാലറി, അപ്പോ ഈ മാസം പഠിത്തം കഴിയും, അടുത്ത മാസം ആള് ജോയിൻ ചെയ്യാൻ പോവാണ്, 19,000 രൂപയേ ഉള്ളൂ. ഇന്ന് എനിക്ക് അതും പ്രൗഡായിട്ട് പറയാൻ പറ്റും. എൻ്റെ വീട്ടിലുള്ള ജോലികളൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ട് ഒരു പാർട്ട് ടൈം ആയിട്ടില്ലേ ഒരു കുറച്ച് ടീമിനെ അല്ലെങ്കിൽ കുറച്ച് ലീഡേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി നിന്നതുകൊണ്ട് എനിക്ക് ഇന്ന് മാസം 17,000 രൂപ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ടല്ലേ. ഭയങ്കര പ്രൗഡാണ്. അപ്പൊ ഞാനല്ലേ ബെസ്റ്റ്. അപ്പൊ എനിക്ക് എത്ര വേണമെങ്കിലും കിട്ടും. ഇപ്പൊ ഒരു ദിവസം നമുക്ക് 30,000 രൂപ വരെ കമ്പനി തരാന്ന് പറയുന്നത് വാങ്ങിച്ചെടുക്കാത്തത് നമ്മുടെ അല്ലേ തെറ്റ്. അപ്പോ അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക. നല്ലൊരു ടീമിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ചാരിറ്റി നമുക്ക് നിറയെ ഇവിടെ ചെയ്യാൻ പറ്റൂല്ലേ. ഇപ്പൊ എനിക്ക് വിശാൽ ചേച്ചിനെ വിശാൽ മാമിനെയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര പ്രൗഡാണ് ല്ലേ. ഒരാൾക്ക് ജോലിയില്ല, അത് എങ്ങനെയെങ്കിലും ഒരു ജോലി റെഡിയാക്കാൻ നോക്കും. ഒന്നുമില്ലെങ്കിലും എന്താ പറയാ എന്ത് കാര്യത്തിനും ആള് മൈൻഡിൽ വെക്കും. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ എനിക്ക് ഭാഗമാകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എടാ ഇന്ന ആൾക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ആ സമയത്ത് കുറെ നമ്മുടെ പാർട്ട്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഫിജി കാർഡ് അല്ലാതെ നമുക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് ല്ലേ. അപ്പോ ചാരിറ്റി നമുക്ക് ഇവിടെ ചെയ്യാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് സിമ്പിളായി തോന്നുകയാണെങ്കിലും അത് അവർക്ക് സ്വീകരിക്കുന്നവർക്ക് അവര് മുൾമുനയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒരു കോള്. അപ്പൊ അവിടെ കരച്ചിലാവും. അപ്പൊ ഇന്നതാണ് എന്ന് പറയും. അതിനൊരു പരിഹാരം എന്നെ കൊണ്ടൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ചാരിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതും ഇവിടെ നടക്കുന്നുള്ളതാണ്. അപ്പോ എന്താണ് ഒരു ഫുൾഫിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഫിജിക്കാർട്ട്. പ്രതീക്ഷ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് ചെയ്ത് എനിക്ക് ഓപ്പറേഷനൊക്കെ ആവശ്യം വന്ന സമയത്ത് പോലും കഴിഞ്ഞു ഇനി അത്രയേ ഉള്ളൂ എന്ന് അങ്ങനെ ചിന്തിച്ചു പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര പ്രതീക്ഷയാണ് ല്ലേ. 99 വയസ്സായ തങ്കമണി അമ്മ മരണപ്പെടും വരെ ഫിജിക്കാർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഭൂമി വിട്ട് പോകുന്ന വരെ നമുക്ക് ഫിജിക്കാർട്ടിൽ ചെയ്യാം. കാരണം ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് ഒരു കടലാണ്. അപ്പോ ബോച്ച ഇല്ലെങ്കിലും അത് ഏറ്റെടുക്കാനുള്ള ആൾക്കാരുണ്ടാവൂലേ. അപ്പോ ബോച്ച എല്ലാവരും മരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ബോച്ച ഇല്ലെങ്കിൽ പോലും ആ കമ്പനി റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടായിരിക്കും ബോച്ച പോണത്. പക്ഷെ പെട്ടെന്നൊന്നും ബോച്ച പോവില്ല. കാരണം അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ബോച്ച. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ്. ഇന്ന് നമുക്ക് എല്ലാം അല്ലെങ്കിൽ വീട് വാങ്ങിക്കാം. സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കേരളത്തിൽ ഒരു വീട് വാങ്ങിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അത് ഫിജിക്കാർട്ടിലൂടെ വാങ്ങിക്കാം എന്നൊരു നല്ലൊരു പ്രതീക്ഷ. അതേപോലെ തന്നെ പണ്ട് ജീപ്പൊക്കെ ഉണ്ടായിരുന്നാണ്. പക്ഷെ അതൊക്കെ കൊടുത്തു. ഇന്ന് വണ്ടികളൊന്നുമില്ല. ബൈക്ക് ഉണ്ട്, അല്ലാതെ കാറൊന്നുമില്ല. കാറ് വാങ്ങിക്കാന്നുള്ളൊരു പ്രതീക്ഷ. എല്ലാം അല്ലെ, മക്കളെ സെറ്റിലാക്കണം, കുറെ സ്വർണങ്ങളൊക്കെ ഇട്ട് കല്യാണം കഴിച്ചു കൊടുക്കണം, അതൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നാണ്. ഇന്ന് വീട് വെച്ചപ്പോ ആ സ്വർണ്ണമൊക്കെ ഏകദേശം പോയി കിട്ടി എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇത്രയും റേറ്റ് ആകുന്നുള്ളത് ഗോൾഡിന് എന്നില്ലേ 1.5 ലക്ഷത്തോളം ആയില്ലേ. ഇന്ന് ഗോൾഡ് ഇത്രയും രൂപയാവുന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അന്ന് അതൊക്കെ നിസ്സാരമായിട്ട് ശരി പോയിക്കോട്ടെ നമുക്ക് വാങ്ങിക്കാം അന്ന് അങ്ങനെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു പ്രതീക്ഷ നമുക്ക് ഗോൾഡും വാങ്ങിക്കാന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോ ഇതൊക്കെ നമുക്ക് ജീവിതത്തില് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്രതീക്ഷ നമുക്ക് ഈ കമ്പനിയിൽ വന്ന ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യണം, അങ്ങനെ ഒരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇവിടുന്ന് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നേരത്തെയൊക്കെ തയ്ക്കുന്ന സമയത്താണെങ്കിലും
ഒന്നും കുറച്ച് മോളെ പഠിപ്പിച്ചു, കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ലാന്നൊന്നും പറയില്ല. വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ പേരൻസിന് ഒരു 10 രൂപ കൊടുക്കണമെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും. ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസം ഫീസിന് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അമ്മയ്ക്ക് ഒരു വയ്യായ്ക വന്നാ ഞാൻ ക്യാഷ് കൊടുക്കാറുണ്ട്. അമ്മ വേണ്ട പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വരിക. തന്നാ വേണ്ടെന്നൊന്നും പറയില്ല. വാങ്ങിയിട്ട് വരും. പക്ഷെ ഇന്ന് അത് വേണ്ടെന്ന് പറയാനും എനിക്ക് കയ്യിന്ന് അമ്മയുടെ കയ്യില് 1000 500 ഒക്കെ വെച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഫിജിക്കാട്ടിന് എന്ത് സമ്പാദിച്ചെന്ന് എന്നുള്ളതിനുള്ള ഇതാണ്. മോൾക്ക് ഫീസ് കെട്ടാനൊക്കെ ഇതിന്ന് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കൂട്ടി വെക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പൊ കഴിഞ്ഞ മാസം അമ്മയ്ക്കൊരു നല്ലൊരു വാഷിംഗ് മെഷീൻ 22,000 രൂപയുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര പ്രൗഡായിട്ട് എന്നെക്കൊണ്ട് തയ്ച്ചിട്ട് കൂട്ടിയ കൂടില്ല. ഒരിക്കലും കൂട്ടിയിട്ടില്ല. കാരണം നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? അപ്പൊ കുട്ടികൾ പഠിക്കണ വീടാണെങ്കിൽ അറിയാം. അപ്പോ നല്ലതിനും ഒരു നല്ല കാര്യം നടന്നാലും നമുക്കവിടെ ക്യാഷ് വേണം. ഒരു കെട്ടത് നടന്നാലും അവിടെ ക്യാഷ് വേണം അല്ലെ? ആ സമയത്ത് നമുക്കായിട്ട് എന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഫിജിക്കാട്ടിന്ന് വന്ന ക്യാഷ് കൊണ്ട് അതൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഒരു വയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോ പെട്ടെന്ന് നമുക്ക് കാശ് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നിപ്പോ എന്റെ മോന് സുഖമില്ല അമ്മ, ഞാൻ ഒരാഴ്ച റെസ്റ്റ് വന്നോ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചിന്തിക്കും, അയ്യോ ഇവൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസത്തെ എന്ത് ചെയ്യും? ഈ മാസത്തെ റൊട്ടേഷൻ നടക്കണ്ടേ? അങ്ങനെ ഞാൻ ചിന്തിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നീ വന്നോടാ, വന്ന് നീ 10 ദിവസം റെസ്റ്റ് എടുത്തോ. അപ്പൊ അവനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലേ, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ എത്ര രൂപ, ഇപ്പൊ 2500 ആണോ? ആ ഡ്രസ്സ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഫിജിക്കാട്ടിന്ന് ഇന്നല്ലെങ്കിലും നാളെ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. എടുത്തു വെക്കാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാനുണ്ട്. അപ്പോ എന്റെ ഗോൾഡൊക്കെ എടുത്തു ഫിജിക്കാട്ടിൽ നിന്ന് കിട്ടിയ ക്യാഷ് കൊണ്ട് തന്നെ. 3 ID ഉണ്ടല്ലോ. അപ്പോ അവർക്ക് കുറച്ചാണെങ്കിലും ഇപ്പോ മോള് SC ആണ്. അപ്പോ നമ്മള് ടീമിനെ നോക്കണ കാരണം കൊണ്ട് ഞാൻ മക്കളെ അധികം നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ടും കൂടെ പോണ സമയത്ത് നല്ലൊരു വരുമാനം 2 സൈഡും അവർക്ക് നന്നായിട്ട് പോയി കിടക്കുന്നുണ്ട്. ഇനി അപ്പുറത്തും കൂടെ ഞാനൊന്ന് കണ്ണ് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നന്നായിട്ട് ഇവിടുന്ന് 3 ID കൂടെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റൂലേ. അപ്പോ ഇത്രയും നല്ലൊരു കമ്പനിയിലെ ഈ ഒരു അവസരം തന്ന ദിവ്യ മാമിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ ഈ ഒരു അവസരം തന്ന ബോച്ചയോടും ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. അപ്പൊ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. അപ്പോ നമുക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നമ്മളത് കാണാതെ പോവരുത്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഫിജിക്കാട്ടാണ് ഇന്ന് എനിക്ക് എന്റെ ലോകം എന്നുള്ളത്. അപ്പോ എല്ലാവർക്കും ഈ ഒരു അവസരമുണ്ട്. താങ്ക് യു അലമേലു മാം.